പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീ ഫാദർ പോൾ തേലക്കാട് നമുക്കൊപ്പം ടെലിഫോണിൽ. ശ്രീ ഫാദർ പോൾ തേലക്കാട്, മണിപ്പൂർ വിഷയത്തിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഇത് കുക്കികളും നെയ്ത്തികളും തമ്മിലുള്ള സംഘർഷമാണെന്നത് ശരിയാണ്. പക്ഷേ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറിയിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായി BJPയും പാർട്ടികളൊക്കെ അതിനകത്ത് പക്ഷം പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഔദ്യോഗികമായ സഹായം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുക്കികളെ വേട്ടയാടുന്നു എന്നുള്ള പ്രശ്നം അവിടെ ഉണ്ടെന്നാണ് അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവിടെയുള്ള ചില മെത്രാന്മാരും മറ്റു ബന്ധപ്പെട്ടവരും വ്യക്തമായി സ്ഥലത്ത് പോയി പഠിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പിതാവ് പറയുന്നത് രണ്ട് പക്ഷത്തും ഇത്തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അടിസ്ഥാനപരമായി ഇത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അത് ക്രൈസ്തവർക്ക് മാത്രമല്ല നഷ്ടമുണ്ടായത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അത് ക്രൈസ്തവ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗുണം സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സുരേഷ് ഗോപി ജയിച്ചതിന്റെ പിറകിൽ ക്രിസ്ത്യാനികൾ ഉണ്ടോ എന്നുള്ള കാര്യം തികച്ചും വ്യത്യസ്തമായ പ്രശ്നമാണ്. അങ്ങനെ അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും സ്വാർത്ഥപരമായ നേട്ടത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കർമ്മങ്ങളാണ് എന്ന് ആർക്കും മനസ്സിലാവുന്നതാണ്. മണിപ്പൂരിലുള്ള കാര്യവും സുരേഷ് ഗോപിയുടെ വിജയവുമായി കൂട്ടിക്കലർത്തുന്നതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. മണിപ്പൂരിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു വേട്ടയാണ് എന്ന് അവിടെ പോയി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുമ്പോൾ സ്ഥലത്തെ വസ്തുക്കൾ എന്ന് പറയുന്നത് അതാണ്. തീർച്ചയായിട്ടും രണ്ട് ഭാഗങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശരിയാണ്. പക്ഷേ ഇത് ഔദ്യോഗികമായ പാർട്ടിയുടെയും സർക്കാരിന്റെയും ആനുകൂല്യത്തോടുകൂടി നടത്തിയ ഒരു വേട്ടയായിട്ടാണ് അവിടെയുള്ള ക്രൈസ്തവരും അല്ലാത്തവരും മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് BJPയുടെ കൂടി പിന്തുണയോടുകൂടി നടന്ന ഒരു കലാപമാണ്. ആ കലാപത്തെയാണ് രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന അർത്ഥത്തിൽ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത് എന്നതാണോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അങ്ങനെയല്ല അത് യാഥാർത്ഥ്യം എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ, അവിടുത്തെ ബിഷപ്സും അവിടെയുള്ള ജനങ്ങളും പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാത്രമാണ് എന്ന് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ക്രൈസ്തവ വിശ്വാസികളെ കേരളത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ കണക്ട് ചെയ്ത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം കൂടി പരാമർശിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ഇരുപക്ഷങ്ങൾ തമ്മിലുള്ള ഒരു കലാപം മാത്രമാണ് എന്ന അർത്ഥത്തിൽ ക്രൈസ്തവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. തൃശ്ശൂരത്തെ വോട്ട് ക്രൈസ്തവരുടെ സുറിയാനി ക്രിസ്ത്യാനികൾ അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകാമെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. അത് ആ വിധത്തിൽ തന്നെ അന്വേഷിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ തയ്യാറായില്ല എന്ന വലിയ വിമർശനം പ്രതിപക്ഷം നിര ഉയർത്തുന്നുണ്ടായിരുന്നു. ക്രൈസ്തവ സഭകൾ ഉയർത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 3 ഓർമ്മ. മെയ് 3 തുടങ്ങിയ കലാപം രാജ്യം ഇതുവരെ കണ്ടതിൽ ഏറ്റവും ദീർഘകാലം തുടരുന്ന, സമാധാനമില്ലാതെ തുടരുന്നൊരു കലാപമാണ്. ഒരു വർഷത്തിൽ അധികമായി അതിങ്ങനെ വീണ്ടും അല്പമൊന്ന് തണുക്കുമെങ്കിലും വീണ്ടും പലയിടത്തായി തലപൊക്കുന്നു. 230-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗികമായ കണക്ക്. 250 2000-ഓ അതിലധികമോ ആളുകൾ, വീടുകൾ തകർക്കപ്പെട്ടു. ഇങ്ങനെ നിരവധി കണക്കുകൾ വരുന്ന കൂട്ടത്തിലാണ് നിരവധി പള്ളികളും തകർക്കപ്പെട്ടു എന്ന കണക്കുമൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാകാം ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഇപ്പോൾ മണിപ്പൂരിൽ അല്പം മയപ്പെട്ട നിലപാട് BJPയോട് സ്വീകരിക്കുന്നത്? അതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ ശ്രീ ഫാദർ പോൾ തേലക്കാട്? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായ പ്രസ്താവനയായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാനാവുള്ളൂ. ഇത് വസ്തുതാപരമായ ഒരു പ്രസ്താവനയല്ല. അവിടെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തത് ഓർത്തഡോക്സ് സഭയുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരുമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്.